ശിവപ്രസാദ് ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങക്കൂറിൽപ്പെട്ട പൂരം, ഉത്രം, മകം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അതായത് ഈ നക്ഷത്രക്കാർക്ക് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ അവർ ചെയ്യേണ്ട പൂജാവിധികളും അതുപോലെ തന്നെ അവർക്കുള്ള ഉയർച്ച താഴ്ചകളും ഒക്കെയാണ് അന്ന് അവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവവും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അതായത് ഈ നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ വളരെയധികം ഐശ്വര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവർ പല കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയുന്നത്, പ്രതിരോധ ശേഷിയൊക്കെ, അതായത് ഇമ്മ്യൂണിറ്റി ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും നല്ല ആഹാരങ്ങൾ കഴിക്കാനും അതുപോലെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നല്ല കർക്കിടക മാസത്തിൽ തന്നെ അറിയാമല്ലോ, നമുക്ക് കർക്കിടക കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുക, അങ്ങനെയൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഒന്ന് വർദ്ധിപ്പിച്ചെടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അസുഖങ്ങൾ ഒക്കെ വന്ന് നമ്മളെ ശല്യപ്പെടുത്താറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ നമ്മൾ ചെറിയ പനിയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊന്നും പോവാതിരിക്കരുത്. പനിയോ അസുഖമൊക്കെ ഉണ്ട് ചെറുതായിട്ട് വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകണം. മെഡിസിൻസൊക്കെ എടുക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം എന്ന് പറയുന്നത് വളരെ അനുകൂല ഫലങ്ങൾ ഇവർക്ക് കൊടുക്കുന്നതായിരിക്കും. അതായത് സാമ്പത്തികപരമായിട്ടൊക്കെ ഒരു ഉയർച്ചയൊക്കെ ഉണ്ടാകും, തൊഴിലിലൊക്കെ ഒരു ഉയർച്ചയുണ്ടാകും. അതുപോലെ തന്നെ ഇവർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ വളരെയധികം അഭിവൃദ്ധിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ഇവർ വാക്കുകൾ ഒന്ന് മിതത്വം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ് കൊച്ചു പിള്ളേരോട്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ ഇവർ വഴക്കൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ അവർ അല്പനേരത്തേക്ക് അവർ മനസ്സിലൊന്നും വെച്ചേക്കത്തില്ല. ആ ഒരു കാര്യവും അത് അപ്പോഴേ വിട്ടുകളയും. പക്ഷേ ഈ മാസം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ വാക്കിനാൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ആവശ്യമില്ലാതെ മറ്റുള്ളവരുമായിട്ട് കലഹിക്കാനോ പ്രശ്നത്തിനോ ഒന്നും പോകാൻ നിൽക്കേണ്ട. നമ്മൾ കഴിവതും ഈശ്വര ഭജനം ചെയ്ത് ജീവിക്കാൻ നോക്കുക. അതുപോലെ ശ്രീരാമസ്വാമിയെ നമ്മൾ അങ്ങേയറ്റം വിളിക്കുക. അത് ഒക്കുമെങ്കിൽ രാമായണം വായിക്കാൻ നോക്കുക. അതുപോലെ തന്നെ പുണ്യക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്താൻ പറ്റുമെന്നുള്ളവർ അത് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ പ്രേമബന്ധത്തിലൊക്കെ അകപ്പെട്ടിരിക്കുന്നവർക്ക് വഞ്ചനയൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. അതുപോലെ തന്നെ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളിലും, അതാണ് കലഹത്തിൻ്റെ കാര്യം പറഞ്ഞത്, അപ്പോൾ അവർ തങ്ങളിലും നല്ല എന്താ പറയുന്നത്, നമ്മുടെ ഭർത്താവ് പറയുന്നതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെതിരൊക്കെ പറഞ്ഞ് നിൽക്കാതിരിക്കുക. അത് വലിയ പ്രശ്നത്തിനൊക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പനിയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാതിരിക്കരുത്. ചെറിയ അസുഖങ്ങളായിട്ട് എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ കണ്ടാൽ തന്നെ അപ്പോഴും തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി അതിനുള്ള മെഡിസിൻസൊക്കെ എടുക്കണം. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഇഷ്യൂസൊക്കെ വരാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ അലർജി അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഈ മാസം ഇച്ചിരി കൂടുതലാണ്. കാര്യം പൊതുവേ കർക്കിടക മാസം എന്ന് പറയുന്നത് തണുപ്പ്, അതായത് മഴയും തണുപ്പും ഒക്കെ അല്ലേ. അപ്പോൾ തന്നെ ഈ അലർജി രോഗങ്ങൾ ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ആസ്മ അതൊക്കെ ഉള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഉത്രം നക്ഷത്രത്തിനും ദേശയും ഇത് തന്നെയാണ്. ഈ 3 പേരും ഒരേ രാശിയിലായതുകൊണ്ട് 3 പേർക്ക് ഏകദേശം ഒരുപോലത്തെ ഫലങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഉത്രത്തിനും മകത്തിനും ഒക്കെ ഇതേ സെയിം മെത്തേഡിൽ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് കണ്ടകശനിയുടെ ദോഷം, അതായത് ഇപ്പോൾ ഇവർക്ക് ശനി 7ാം ഭാവത്തിലാണ്, 10ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം 10ൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, പക്ഷേ 7 ശനി ഇവർക്ക് പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ശനി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രം ദർശനം നടത്തുകയോ അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതോ ഉത്തമമായിരിക്കും. കണ്ട ശനിയുടെ ഒരു എഫക്ഷൻ ഇവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതായത് അതുമൂലം നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത ദേഷ്യം ഇതൊക്കെ വരാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പം ശനി ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറേ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ പരീക്ഷണത്തിൻ്റെ ഒടുവിൽ നമുക്ക് നല്ല ഫലങ്ങളെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് സന്തോഷമുണ്ടെന്ന് നമ്മൾ തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് പോവുക.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ചിങ്ങക്കൂറിൽപ്പെട്ട എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.